Fourth question. Root 2 into 2 by 3 equal to 2 into root 2 by 3 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? റൂട്ട് ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ. ഇതിനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും? 2 into 3 6 plus 2 8 അല്ലേ. 8 by 3 എന്ന് വന്നു അല്ലേ. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക? ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ ഇതിനെ ഓരോന്നിനും ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ 8ന് ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 2 into 2 എന്ന് കിട്ടും അല്ലേ. ബൈ 3ന് 3 തന്നെയാണ് അല്ലേ വരുന്നത്. ഇനി ഇതിന് എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പറ്റുക? രണ്ടെണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ 2 2 ഉണ്ട്. അപ്പോൾ റൂട്ടിൻ്റെ പുറത്തേക്ക് എന്ത് വരും? ഒരു 2 പുറത്തേക്ക് വന്നു. ഇനി ഇവിടെ ഒരു 2 ഉണ്ട്. ഇതിന് ഗ്രൂപ്പ് ചെയ്യാനില്ല അല്ലേ. അപ്പോൾ ഇത് എന്താണ്? റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് 2 എടുക്കുക. ബൈ 3ക്കും അല്ലേ. 3ക്ക് ഗ്രൂപ്പ് ചെയ്യാനില്ല. അപ്പോൾ അതും റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരിക. അപ്പോൾ കണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 2 into 2 by 3 എന്ന് പറയുന്നത് തന്നെയാണ്. അത് എന്തിന് ഈക്വൽ ആണ്? 2 into root 2 by 3ക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ. ഇനി അതിൽ തന്നെ നെക്സ്റ്റ് ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട് അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? റൂട്ട് 3 and 3 by 8 അല്ലേ ഈക്വൽ ടു 3 into root 3 by 8 ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. എങ്ങനെയാ? ഇപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ് വരിക അല്ലേ. ഇതിനെങ്ങനെ ചെയ്യണം? നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പോൾ എത്ര വരും? 3 into 8 24 plus 3 27 by 8 എന്ന് വന്നു അല്ലേ. ഇനി ഇതിനെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യണം അല്ലേ. എങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യാമെന്ന് അറിയാം അല്ലേ. എങ്ങനെയാണ്? 27നെ അല്ലേ 3 9 3 3 ഇങ്ങനെയാണ് ഫാക്ടറൈസേഷൻ ചെയ്യാം അല്ലേ. അപ്പോൾ എത്ര കിട്ടുന്നത്? 3 into 3 into 3 എന്ന് വന്നു ബൈ എത്രയൊക്കെ എടുക്കുന്നത്? 8 അല്ലേ. 8നെ എന്താണ് നമുക്ക് ഏതാണ് ഈക്വൽ ആണെന്ന് തെളിയിക്കേണ്ടത്? ഇവിടെ 3 by 8 തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഇത് ഈക്വൽ ആണെന്നല്ല നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട അതുപോലെ തന്നെ കിട്ടും. ഓക്കെ. ഈക്വൽ ടു എന്താണ്? ഇനി ഇവിടെ അല്ലേ ഇവിടെ 3 3 ഉണ്ട് അല്ലേ. അപ്പോൾ രണ്ടെണ്ണം ഗ്രൂപ്പ് ചെയ്യുമ്പോൾ രണ്ടെണ്ണത്തിൽ നിന്നും ഒരെണ്ണം റൂട്ടിന് പുറത്തേക്ക് വന്നു. ഇനി 3 ഇല്ല. അപ്പോൾ 3 റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ 3 വന്നു ബൈ 8 എന്ന് വന്നു കണ്ടോ. അപ്പോൾ റൂട്ട് 3 into 3 by 8 എന്ന് പറഞ്ഞാലും 3 into root 3 by 8ഉം ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്തു. ഇനി എന്താ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ക്വസ്റ്റ്യനിൽ? ഇതുപോലെയുള്ള മറ്റ് നമ്പറുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതുപോലെ വരുന്ന മറ്റ് നമ്പറുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പോൾ ഈ നമ്പറുകളുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കിയേ. ഈ നമ്പറുകളുടെ പ്രത്യേകത എന്താ? നമുക്ക് എന്താ കണ്ടോ? 2 into 2 4 4ൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഡിനോമിനേറ്റർ വരുന്നത് കണ്ടോ. ഇനി ഇവിടെ നോക്കിയാൽ 3 into 3 9 9ൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നതാണ് ഇവിടെ 8 ഡിനോമിനേറ്റർ വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വേറൊരു നമ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് വരും? അതുപോലെയുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ 4 എടുക്കുകയാണെങ്കിൽ 4 into 4 16 വരും അല്ലേ. 16 മൈനസ് 1 അപ്പോൾ ഇവിടെ എത്ര വരും? 15 വരും അല്ലേ. അതേപോലെ 5ൻ്റെ എടുക്കുകയാണെങ്കിൽ 5 into 5 by എന്തൊരു 5 into 5 25 ആണ്. അപ്പോൾ അടിയിൽ ബൈ എന്ന് പറയുമ്പോൾ 24 വരും അല്ലേ. -1 എന്ന് പറയുമ്പോൾ ഇനി 6ൻ്റെ എടുക്കുകയാണെങ്കിലോ 6ഉം 6ഉം അപ്പോൾ ഇവിടെ ബൈ എന്ത് വരിക? 60 into 6 36 -1 35 കണ്ടോ. 7 എടുക്കുകയാണെങ്കിൽ 7 into 7 49 by 1 മൈനസ് ചെയ്യുമ്പോൾ 48 കണ്ടോ. ഇതേ മോഡലുള്ള നമ്പേഴ്സ് എടുക്കാം. ഓക്കെ. ഇനി ഇതിലൊരെണ്ണം നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇപ്പോൾ 5 into നോക്കിയേ 5 into 5 24 അല്ലേ. ഇത് നമ്മൾ എന്തിന് ഈക്വൽ ആണെന്നാണ് തെളിയിക്കുക? 5 root 5 by 24ന് ഈക്വൽ ആണെന്ന് തെളിയിക്കണം അല്ലേ. എങ്ങനെയല്ല നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 5 into 24 അല്ലേ. അപ്പോൾ 24 into 5 നമുക്ക് എത്ര കിട്ടാം? 120 കിട്ടും അല്ലേ. 120 plus 5 125 by 24 എന്ന് കിട്ടും അല്ലേ. ഇനി 125നെ ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ 125നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 5 ഇവിടെ എത്ര കിട്ടും? 25 5 5 എന്ന് കിട്ടി. അപ്പോൾ റൂട്ട് എന്ത് വന്നു? 5 into 5 into 5 by 24 എന്ന് കിട്ടി അല്ലേ. ഇനി ഇതിൽ നിന്ന് റൂട്ടിന് പുറത്തേക്ക് അല്ലേ 2 5 ഉണ്ടെങ്കിൽ ഒരെണ്ണം പുറത്തേക്ക് റൂട്ടിൻ്റെ വന്നു. റൂട്ടിൻ്റെ ഉള്ളിൽ എത്രയുണ്ട്? ഇവിടെ ഒരു 5 ഉള്ളൂ. അപ്പോൾ അത് 5
ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്പേഴ്സിൻ്റെ കോമൺ ആയിട്ടുള്ള പ്രത്യേകത ശ്രദ്ധിക്കുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് എമംഗ് ദ പെയർസ് ഓഫ് ദ നമ്പേഴ്സ് ഗിവൺ ബിലോ അല്ലേ, നമുക്കിവിടെ പെയർ ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. √72 √2 തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ദ കോഷ്യന്റ് ഓഫ് ദ ഫസ്റ്റ് ബൈ ദ സെക്കൻഡ്, അതായത് ഫസ്റ്റിനെ സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യന്റ്, അത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഉത്തരം അല്ലേ, അത് എന്താണ്, നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? √72 ബൈ √2 അല്ലേ. എങ്ങനെയാണ് ചെയ്യുക? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോമൺ ആയിട്ട് നമുക്ക് 72നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് അല്ലേ, കോമൺ ആയിട്ട് നമുക്ക് റൂട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 72നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അറിയാം അല്ലേ. 72നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 2 3 6 6 12 അപ്പോൾ 6 കിട്ടി അല്ലേ. √36 കിട്ടി. √36 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് അല്ലേ. 6 × 6 ആണ് 36. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 6. അപ്പോൾ ഇത് എന്താണ്? നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻ ആണോ? ഇത് നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പർ ആണെന്ന് കിട്ടി. ഓക്കെ. ഇനി അതിലത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? √27ഉം √3ഉം അല്ലേ. √27, √3. ഇനി ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുക? ഇതിന് കോമൺ ആയിട്ട് നമുക്ക് ഇടാം അല്ലേ. എങ്ങനെയാണ്? √27 ബൈ 3 അല്ലേ. റൂട്ടിനെ കോമൺ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ 27 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാൻ? 9 3 27 അല്ലേ. അപ്പോൾ √9 കിട്ടി. √9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണല്ലേ. 3 × 3 ആണ് 9. അപ്പോൾ 3 കിട്ടി. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ. ഇനി ഇതിലത്തെ തേർഡ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? √125 √50 അല്ലേ. √125 √50. ഇനി ഇവിടെ നമുക്ക് എന്താണ്? റൂട്ട് കോമൺ ആയിട്ട് എഴുതാവുന്നതാണ് അല്ലേ. അപ്പോൾ √125 ബൈ 50. ഇനി √125 ബൈ 50നെ ഡിവൈഡ് ചെയ്യാനായിട്ട് ഇത്തിരി ഡിഫിക്കൽട്ട് ആണല്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഫാക്ടറൈസേഷൻ ചെയ്യാം. 125നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 5 × 5 × 5 അല്ലേ. 25 × 5 125 ബൈ 50നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 × 5 × 2 എന്ന് കിട്ടില്ലേ. 2 × 5 10 × 5 15. ഇനി ഡിവൈഡ് ചെയ്യാൻ നോക്കിയാൽ ഇവിടെ 5 5 ഇവിടെ 5 5. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? √5 ബൈ 2 അല്ലേ. അല്ലെങ്കിൽ √5 ബൈ √2 ഇങ്ങനെയും എഴുതാം. അപ്പോൾ ഇതെന്ത് നമ്പറാണ്? റൂട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെന്ത് നമ്പറാണ്? ഇറേഷണൽ നമ്പറാണ് അല്ലേ. ഫ്രാക്ഷൻ നമ്പർ ഒന്നും പറയാൻ പറ്റില്ല റൂട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് എന്ത് നമ്പർ എന്ന് പറയാം? ഇറേഷണൽ നമ്പർ എന്ന് പറയാം. ഓക്കെ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ അല്ലേ. എന്താ ഫോർത്ത്? √10 √2 അല്ലേ. √10 √2 എങ്ങനെ ചെയ്യും? ഇപ്പോൾ ചെയ്ത പോലെ തന്നെ റൂട്ട് കോമൺ ആയിട്ട് ഇട്ട് കൊടുക്കുക. 10/2 അല്ലേ. 10/2 എത്രയാ? √5 ആണ്. അപ്പോൾ √5 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? ഇറേഷണൽ നമ്പറാണ് അല്ലേ. ഇറേഷണൽ നമ്പർ. ഓക്കെ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? √20, √5 അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെയാണ്? കോമൺ ആയിട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. √20 ബൈ 5 എന്നിട്ട് കൊടുത്തു. 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? √4 ആണ്. 4ൻ്റെ റൂട്ട് നമുക്കറിയാം എത്രയാ? 2 ആണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? 2 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. ഓക്കെ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? √18, √8 അല്ലേ. ഇനി അപ്പോൾ ഇതിനും നമ്മൾ എന്ത് ചെയ്തു? √18 ബൈ 8 എന്ന കോമൺ ആയിട്ട് കൊടുത്തു. 18നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. ഇങ്ങനെ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫാക്ടറൈസേഷൻ ചെയ്താലും മതി അല്ലേ. അപ്പോൾ എത്ര വരിക? 2 × 3 6 6 × 3 18 എന്ന് കിട്ടി. ബൈ ഇവിടെ എത്ര വരും? 2 × 2 അല്ലേ. 2 × 2 4 × 2 8. ഇനി ഏതാ ഡിവൈഡ് ചെയ്യുക? ഇവിടുത്തെ 2 ഇവിടുത്തെ 2 പോയി
അല്ലേ? കഴിഞ്ഞില്ലേ? അപ്പോൾ 3 ഇൻറ്റു 3 റൂട്ടിൽ എന്ത് വരും? 3 ഇൻറ്റു 3 9/2 × 2 4 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ റൂട്ട് 9 എന്ന് പറയുമ്പോൾ നോക്കിയേ, 9ൻ്റെ റൂട്ട് നമുക്കറിയാം അല്ലേ? എത്രയാ? 3 ആണ്. 4ൻ്റെ റൂട്ട് എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 3/2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 3/2 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ നമ്പർ. ഫ്രാക്ഷൻ നമ്പറാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പർ വരുന്നത്? ഇവിടെ 6, 3, 2 അല്ലേ? ഇതൊക്കെ നാച്ചുറൽ നമ്പേഴ്സും ലാസ്റ്റ് വരുന്ന 3/2 എന്ന് പറയുന്നതാണ് ഫ്രാക്ഷൻ നമ്പർ.